എനിക്ക് വാക്കുകളില്ല. മലയാളികളല്ല മാത്രമല്ല, ഇവിടെ വന്നപ്പോൾ മറ്റ് ലാംഗ്വേജസിലുള്ള ആന്ധ്രയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ കാണാൻ പറ്റി. വളരെ സന്തോഷം. താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഇത് വളരെ ഭംഗിയായിട്ട്. താങ്ക് യു സർ, താങ്ക് യു. ആൻഡ് ഷീലാൻറ്റിയെ പറ്റി എനിക്ക് പ്രത്യേകം പറയണം. ഷീലാൻറ്റി എൻ്റെ കുടുംബമാണ്, എൻ്റെ മമ്മിയെ പോലെയാണ് എനിക്ക് ഷീലാൻറ്റി. ദോഹ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഷീലാൻറ്റി ഇവിടെ ഉണ്ടെന്ന് ആ ഒരു റിയലൈസേഷൻ വന്നപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരാളിവിടെ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ്, എൻ്റെ വീട് ഇവിടെ ഉണ്ടെന്നുള്ള ഫീലിംഗ്. അങ്ങനെ തന്നെ ഷീലാൻറ്റിയുടെ ഫാമിലി. താങ്ക് യു, താങ്ക് യു മഞ്ജു. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻ്റെ പുതിയ സിനിമ പാലും പഴവും റിലീസായി വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം ഇവിടെയും ദോഹയിലും ഖത്തറിലും റിലീസായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ടീം അശ്വിനാണ് ഇതിൻ്റെ മെയിൻ ഇന്നത്തെ ഹീറോ. പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് സമീർ സേട്ട് ആൻഡ് വിനോദേട്ടൻ അവിടെ ഇപ്പോണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആശിഷ് വളരെ യങ് ആയിട്ടുള്ള, വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പിന്നെ ഞങ്ങളുടെ ആക്ടർ കം പ്രൊഡ്യൂസർ രഞ്ജിത്ത്, പിന്നെ അത് അഭിനയിച്ചിട്ടുണ്ട്, ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. സോ പടം നല്ല സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ഇവിടെ വേൾഡ് മലയാളി കൗൺസിൽ വന്ന് 25 years ഇങ്ങനെ നിങ്ങളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. സോ നിങ്ങളെല്ലാവരും പാലും പഴവും എന്ന ഞങ്ങളുടെ പുതിയ സിനിമ പോയി മറക്കാതെ കാണണം. വളരെ എൻ്റർടൈനിങ്. എൻ്റെ സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും പാലും പഴവും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ബിക്കോസ് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള, അറ്റ് ദ സെയിം ടൈം ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമയാണ്. അതായത് ഇറ്റ്സ് എൻ എൻ്റർടൈനർ. കുറേ ചിരിക്കാം, എന്താ പറയുക, എൻജോയ് ചെയ്യാം. 2.5 hours തീർച്ചയായിട്ടും പോയി കാണാൻ മറക്കരുത്. ആൻഡ് എനിക്കിനി ഒന്നും പറയാനില്ല. ഇത്രയും സ്നേഹം ചേർന്നതിന് ദോഹയിലുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു.